എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം പരിചയപ്പെടുത്തി തരാം. ഇതാണ് എന്റെ ന്യൂ സ്കേറ്റിംഗ് ബോർഡ്. ന്യൂ അല്ല, കുറച്ച് ദിവസം വാങ്ങിച്ചിട്ട് ഇതിന്റെ ട്രിക്സ് ഇതൊക്കെ പഠിച്ചോണ്ടിരിക്കായിരുന്നു. ഇനി നമ്മൾ ഇതിന്റെ ട്രിക്കും എങ്ങനെയാ പഠിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് നേരെ വീട്ടിലേക്കോ. നമ്മളിത് എങ്ങനെയാ പഠിക്കുന്നതെന്ന് നോക്കാൻ പോവാണ്. ആദ്യം തന്നെ ഇത് ബാലൻസിങ് ഫസ്റ്റ് ചെയ്യണം. നമ്മൾ നിങ്ങൾക്ക് ഏത് കാലവശം അത് ആദ്യം ഇതിനെ വെക്കണം. എനിക്ക് വശമുള്ള കാലി ഇതാണ് ആദ്യം വെക്കുന്നത്. ഇത് കാല് വെച്ചിട്ട് നമ്മൾ ഈ കാല് ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ കാല് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ബാലൻസ് ചെയ്യാൻ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ പഠിക്കണം. ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മള് 2 ദിവസം ബാലൻസ് ചെയ്യാൻ പഠിച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ ഫ്രണ്ടിൽ ഈ കാല് വെച്ചിട്ട് 2 കുത്തി കാല് വെക്കണം. അപ്പൊ തന്നെ നമ്മൾ നേരത്തെ ബാലൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കണം. പിന്നെ ആദ്യം നിങ്ങൾ 2 കുത്തേ വെക്കാവുള്ളൂ. അങ്ങനെ ഒരു പഠിച്ചിട്ട് നിങ്ങൾ കുറച്ച് പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തോ ചെയ്ത് നല്ലപോലെ പഠിക്കാം. ഇതിന്റെ വളവ് ഞാൻ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഗൈസ്, നമ്മളിന്ന് വളവിനി എങ്ങനെയാന്ന് നോക്കാൻ പോവാണ്. അടുത്തോട്ടോ ക്യാമറ. നമ്മൾ ഈ 2 കാലും ഇങ്ങനെ വെച്ച് കണ്ടോ. നമ്മള് ഓടിക്കുമ്പോ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മള് മുട്ടി ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് ഓടിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ബാലൻസിങ് കുറച്ച് പെട്ടെന്നാവും. ഇങ്ങനെ കേട്ടോ, നമ്മൾ ഈ വീല് അടുത്തോട്ട് ക്യാമറ നോക്കൂ. വീല് നമ്മളിങ്ങനെ ചരിക്കുന്നവരും ഇങ്ങനെ വീല് അനങ്ങുന്നുണ്ടോ. ഇതാണ് ഇനി ഇതിന്റെ ബ്രേക്ക്. എനിക്കിപ്പോ ഇങ്ങനെ ബ്രേക്ക് എടുക്കാതെ ഓടിച്ചോണ്ട് വരുമ്പോഴേ എന്റെ ഈ വേറെ സ്കേറ്റും പോണ്ട ഡിസൈനാണിത്. എന്റെ ഇങ്ങനെ ഇത് വീലിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വിരല് വെച്ച് ഇങ്ങനെ പിടിക്കുമ്പോ സ്റ്റക്കായി ഇങ്ങനെ ബ്രേക്ക് വീഴും. പിന്നെയുള്ള ബ്രേക്ക് എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഓടിച്ചിട്ട് കാണിക്കാം. ഈ നമ്മൾ ഇത് കേട്ടോ, നമ്മളിങ്ങനെ ബാക്കി ചുണ്ടുന്നത് ആദ്യം ബാക്ക് വെച്ചിട്ട് കുറച്ചിങ്ങനെ ഫ്രണ്ട് വെക്കണം. ഫ്രണ്ട് കാണിക്കണം. ഫ്രണ്ട് വെക്കുമ്പോ തന്നെ അത് തടനാവും. ഈ കാല് വെച്ച് നമ്മൾ ശക്തി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഞാൻ പറയാൻ പോകാം. ഇത് നല്ലതുപോലെ കേൾക്കണം. ഇത് വാങ്ങിക്കുന്നൊരു 1000 രൂപയുടെ മേളിൽ വാങ്ങിക്കുന്ന സാധനങ്ങളെ എടുക്കാവുള്ളൂ. പ്രത്യേകിച്ച് കൂടി തടിയുടെ എടുക്കണം. പ്ലേബുഡിന്റെ ചെറുതൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒടിയുന്ന. എന്റെ കൂട്ടുകാരൻ്റെ ഉണ്ടായിരുന്നു, അവൻ്റെത് പെട്ടെന്ന് ഒടിഞ്ഞു പോയി. ഇനി നിങ്ങൾ എടുക്കേണ്ടത് ഇത് 1000 രൂപയുടെ മേളിലായിരിക്കണം. നല്ല സാധനങ്ങളൊക്കെ എടുക്കണം. നിങ്ങൾക്ക് കുറച്ച് സ്കില്ല് സ്റ്റണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ കയ്യിലെടുക്കണം.